ഹലോ കൂട്ടുകാരെ, ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല രുചികരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഹൈദരാബാദി പനീർ മസാല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഹൈദരാബാദി പനീർ മസാല തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല, ഒന്ന് കളർ ചേഞ്ചായി മാത്രം കിട്ടിയാൽ മതി കേട്ടോ. കുറച്ചുകൂടി വലിയ പീസായിട്ട് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. ഇത് നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് വരുന്ന പാക്കറ്റാണ് കേട്ടോ. നിങ്ങളല്ലാതെ എടുക്കുവാണെങ്കിൽ, കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ജസ്റ്റ് അതൊന്ന് കട്ടിയായാൽ മാത്രം മതി. അതിനുശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമുക്ക് വലിയൊരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയും ഒരു 7-8 കാഷ്യൂനട്ടും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കുറച്ച് റഫായിട്ട് അരിഞ്ഞിട്ടാലും മതി കേട്ടോ. നമ്മളിത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നല്ല തിന്നായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കത് അരച്ചെടുക്കാനായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മിക്സി ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടി മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസൂരി മേത്തി ഇതിങ്ങനെ അരച്ച് എടുക്കുന്നതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കസൂരി മേത്തി അതിനകത്ത് ചേർക്കുന്നത്. പിന്നെ ഒരു പിടി നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി പുതിനയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് അരച്ചെടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. തൈര് ചേർക്കാൻ ഇഷ്ടമുള്ളവർ തൈര് ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം, പട്ട, നമ്മുടെ ബേ ലീഫ്, പിന്നെ ഒരു 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു, ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആ മിക്സി കഴുകി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചാറായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നല്ലതുപോലെ ഒന്ന് കുറച്ചും കൂടി ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ആ മിക്സി ജാറ് കഴുകിയ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ മുളക് പൊടി കളറിന് വേണ്ടി, പിന്നെ കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. എല്ലാം ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അങ്ങനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പേസ്റ്റ് നമ്മുടെ മസാലയൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുപാട് ലൂസായിട്ടും ഇരിക്കത്തില്ല, ഒരുപാട് തിക്കായിട്ടും ഇരിക്കത്തില്ല. പക്ഷേ ഇത് തണുക്കും തോറും ഇത് തിക്കാകാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എണ്ണയൊന്ന് തെളിഞ്ഞ് വരും കേട്ടോ. നമ്മുടെ ഫ്രഷ് ക്രീം ഇട്ടതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പനീർ ക്യൂബ്സ് വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് മല്ലിയില തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹൈദരാബാദി പനീർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പനീർ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.